ഹായ്, നിങ്ങൾ ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ജർമ്മനി വിസ റിജക്റ്റ് ആവാനായിട്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് മാത്രം കാരണമല്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, അതുപോലെ തന്നെ ഒരു ഒരു മിസ്സിംഗ് പേപ്പർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതി നിങ്ങൾ മാസങ്ങളോളം ചെയ്ത പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ ചെലവഴിച്ച നിങ്ങളുടെ പൈസ, ജർമ്മനിയിലേക്കുള്ള നിങ്ങളുടെ ഒരു ഡ്രീം എല്ലാം ഒരു നിമിഷം കൊണ്ട് പോവാനായിട്ട്. ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? പല ആളുകൾക്കും വിസ റിജക്ഷൻ കിട്ടുന്നത് വരെ അവർ ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് പോലും അറിയത്തില്ല. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ജർമ്മനിയിലേക്ക് പല കാറ്റഗറിയിൽ വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതില് പലരും ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ്. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അഡ്മിഷൻ ലെറ്റർ ഉണ്ട്, കോൺട്രാക്റ്റുകൾ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം വിസ ഉറപ്പാകില്ല. കാരണം കോൺസുലേറ്റ് നിങ്ങളുടെ ഡ്രീം നോക്കിയല്ല ഡിസിഷൻ എടുക്കുന്നത്, ഡോക്യുമെന്റ്സ് നോക്കിയാണ് ഡിസിഷൻ എടുക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഓഫീസറുടെ മുന്നിൽ എത്തുമ്പോൾ അവർ നോക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണോ, അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ, ഈ ഒരു ആപ്ലിക്കന്റ് ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മിസ്മാച്ച് വന്നാൽ പോലും ഡൗട്ട്സ് ഉണ്ടാകാം. പലർക്കും റിജക്ഷൻ ലെറ്റർ കിട്ടിയ ശേഷമാണ് ഒരു ചെറിയ ഡോക്യുമെന്റേഷൻ മിസ്റ്റേക്ക് വലിയ പ്രശ്നമാകുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 30 ഡേയ്സ് ജർമ്മനി വിസ റിജക്ഷൻ സീരീസ് തുടങ്ങുന്നത്. ഈ ഒരു സീരീസിൽ ജർമ്മനി വിസ റിജക്ഷന് കാരണമാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 17 മിസ്റ്റേക്കുകൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പൊ സാധാരണ മിസ്റ്റേക്സ് അല്ല, ഒരു ആപ്ലിക്കന്റ് വീണ്ടും വീണ്ടും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം മിസ്റ്റേക്ക്, എക്സ്പയർഡ് ഡോക്യുമെന്റ് മിസ്റ്റേക്ക്, ഓൾഡ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകൾ, ഫൈനാൻഷ്യൽ പ്രൂഫ് എറർ മിസ്റ്റേക്കുകൾ, മോട്ടിവേഷൻ ലെറ്റർ മിസ്റ്റേക്കുകൾ, ഇന്റർവ്യൂ മിസ്റ്റേക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് മിസ്റ്റേക്ക്, അക്കോമഡേഷൻ പ്രൂഫുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫേക്ക് ഡോക്യുമെന്റ്സ് നൽകുന്നതിന്റെ അപകടങ്ങൾ. കൂടാതെ 2026 ആപ്ലിക്കൻസ് കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും. എൻ്റെ എക്സ്പീരിയൻസിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ മിസ്റ്റേക്സുകളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പല റിജക്ഷൻസും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിസ അപ്രൂവലിന്റെ ആദ്യപടി നമുക്ക് അപ്പോയിന്റ്മെന്റ് മാത്രമല്ല, ശരിയായ ഡോക്യുമെന്റേഷൻ ആണ്. അപ്പോൾ ഒരു ചോദ്യം, ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സ്റ്റേജിലാണോ, അതോ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യാണോ? നിങ്ങൾ കമന്റിൽ ഒന്ന് അറിയിക്കാമോ? പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് എന്ന് കൊടുക്കാം, അല്ല നിങ്ങൾ പ്രിപ്പയറിംഗ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയറിംഗ് എന്ന് കൊടുക്കാവുന്നതാണ്. ഈ 30 ദിവസത്തെ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നെങ്കിൽ ഫോളോ ചെയ്യുക. കാരണം ഞാൻ നാളത്തെ വീഡിയോയിൽ ജർമ്മനി വിസ റിജക്ഷന്റെ ആദ്യ കാരണമാണ് പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഫോമിൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും കോമൺ മിസ്റ്റേക്സ്. ചിലപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാനാവില്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ചിലപ്പോൾ വലിയ പ്രശ്നമായേക്കാം. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പേർട്ട് ആണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക്